അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഈ ഗ്ലൗ കേട്ടോ. അപ്പോൾ ഈ ഗ്ലൗവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മോട്ടർ ഉണ്ടായതുകൊണ്ട് നമ്മൾ മോട്ടർ നമ്മളോട് നിർത്തി പോകാനൊക്കെ പറയും. ഇതിൻ്റെ വർക്ക് 3 ദിവസം എന്തായാലും വേണ്ടി വരും. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ. വെറൈറ്റി എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഗെയിം കളിക്കുന്ന മെഷീൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ മെഷീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ ഗെയിമിൽ പൊട്ടി കഴിഞ്ഞാൽ ഈ മെഷീന് നമ്മളോട് നിർത്തി പോകാനൊക്കെ പറയട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മെഷീനാണ്, പറയലല്ല, നമുക്ക് കാണിച്ചു തരാം നിർത്തി പോകാനൊക്കെ നമ്മളോട് പറഞ്ഞു തരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പൊട്ടി കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ പല രീതിയിലോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവട്ടെ നമ്മൾ മെഷീൻ എന്തൊക്കെ നമുക്ക് പണി തരാൻ പോകുന്നതൊക്കെ. അപ്പോൾ ഈ മെഷീനാണ് ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് കുറച്ച് മുന്നേ നല്ല വേറെ ഒരു കണ്ടൻറ്റാണിത്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കാണ്ട് നമ്മളെപ്പോൾ ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ട് ചെയ്യാറില്ല. പക്ഷേ ഇതിൽ വ്യത്യസ്തത കണ്ടിട്ട് തന്നെയാണ് നമ്മൾ കണ്ടന്റ് ഒരു പക്ഷേ അതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഔട്ട്പുട്ടും കാര്യങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ സംഭവം ഒരു വെറൈറ്റി സംഭവമാണ്. ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന സംഭവം ചെയ്തുള്ള ഇതാണ് മെഷീൻ പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ കേട്ടോ. വീഡിയോക്ക് മുന്നേ ചാനൽ ആരെങ്കിലും അതിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ അപ്പുറത്തായിട്ട് കുഞ്ഞ് ബെല്ലേക്ക് വരും. ആ ബെല്ലേക്കിന് ഓളെന്നിലോട്ടും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ടായാലോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിം കളിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടോ. അപ്പോൾ മെഷീൻ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏത് രീതിയിലാണ് മെഷീൻ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ ഗൈസ്, നമ്മൾ വീഡിയോ എടുക്കുന്നതിൽ ചെറിയ പ്രോബ്ലം കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാണ്. അപ്പോൾ നേരെ ഒരു മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് നമ്മളെ മേശ ഫുള്ള് നന്നു ഗൈസ്. ഇനി നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ തോത്തിന് ശേഷം ഇനി ആഴ്ചക്ക് നല്ല രീതിയിൽ ഒന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമ്മുടെ മേശൻ്റെ കാര്യം ഒന്നും ആരും നോക്കണം കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. ഇവിടെ വിട്ടുകാണ് ഇങ്ങനെ മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റില്ല, മഴയും കാര്യങ്ങൾ പെയ്തുകൊണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ തന്നെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ മെഷീനിൻ്റെ കാര്യം പറയാനുണ്ടല്ലോ. ഈ മെഷീൻ പറഞ്ഞാൽ ഗെയിം കളിക്കുന്ന മെഷീനാട്ടോ. അപ്പോൾ ഈ മെഷീൻ നമ്മൾ എങ്ങനെ ഗെയിം കളിക്കുന്നത് വെച്ചാൽ ഇവിടെ കണ്ടൊരു പെന്ന്, ഈ പെന്ന് നമ്മൾ ഈ കമ്പിയിൽ തട്ടാതെ ഉണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരണ്ടോ. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫിനിഷ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഗെയിമാണിത്. അപ്പോൾ ഇത് തട്ടി കഴിഞ്ഞാലുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടാവും ഒരു മോട്ടർ. പിന്നെ അതേപോലെ മറ്റൊരു സംഭവം ഉണ്ട്, ജസ്റ്റ് എടുത്താണ് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ഈ ഗ്ലൗ കേട്ടോ. അപ്പോൾ ഈ ഗ്ലൗവിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ എന്താ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഗ്ലൗ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ കയ്യിലിട്ടതിന് ശേഷമാണ് നമ്മൾ ഗെയിമും കാര്യങ്ങളും കളിക്കേണ്ടത് കേട്ടോ. പിന്നെ ഈ മെഷീൻ്റെ ഗെയിമുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ ഫിനിഷ് ചെയ്യും, അങ്ങനെയാണ്. പിന്നെ പൊട്ടി കഴിഞ്ഞാൽ ഈ മോട്ടറും കാര്യങ്ങളും ഓണായിക്കാണ്ട് ജസ്റ്റ് കാണിച്ചിട്ട് ഈ മോട്ടർ ഓണായി എന്ത് സംഭവം ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മോട്ടർ കാര്യങ്ങൾ ഓണോ. പിന്നെ അതുപോലെ നമ്മളെ കയ്യിലുള്ള ഈ ഗ്ലൗസ് ഉണ്ടല്ലോ, ഈ ഗ്ലൗസ് ഒരു പ്രത്യേക ഗ്ലൗസാണ്. അതായത് ഇതൊരു വൈബ്രേറ്റർ ആട്ടോ. അതായത് നമ്മളെ ഇടുന്ന സമയത്തുണ്ടല്ലോ ഈ ഗ്ലൗസ് കയ്യിലിട്ടതിന് ശേഷം നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ അഥവാ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്ലൗസ് നല്ലൊരു വൈബ്രേറ്റ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ഒരു വൈബ്രേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ വയറും കാര്യങ്ങളും കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വൈബ്രേറ്ററും കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് തട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടിൽ നമ്മൾ വൈബ്രേറ്ററിലോട്ട് കൊടുത്തില്ല. അപ്പോൾ വൈബ്രേറ്റർ ഓണായിക്കാണ്ട് നമ്മുടെ കൈ കാര്യങ്ങൾ നല്ല ഇത് തരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള കൈ ഇവിടെ തട്ടിയിട്ടുണ്ടെന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മോട്ടർ ഉണ്ടായതുകൊണ്ട് നമ്മൾ മോട്ടർ നമ്മളോട് നിർത്തി പോകാനൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ട് ഏതിൽ നമ്മൾ നിർത്തി പോകാൻ പറയുന്നതൊക്കെ ഈ മോട്ടർ എങ്ങനെ പ്രവർത്തിക്കുന്നത് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മോട്ടറിന് ധർമ്മം എന്താണെന്നുള്ളത്. അതായത് തട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഈ മോട്ടർ അറിയും നിർത്തി പോകാൻ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ സെറ്റ് ചെയ്താണ്. അപ്പോൾ ജസ്റ്റ് തട്ടിച്ച് കഴിഞ്ഞാൽ ഈ മോട്ടർ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് എഴുതിയിട്ടുണ്ട് നിർത്തി പോകാൻ. അപ്പോൾ നിർത്തി പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ കണ്ടതിന് സിമ്പിളായ വർക്കിംഗ് പറഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, മറ്റൊരാൾമാടി ചെയ്ത് കാണിക്കുന്നുണ്ടോ. അപ്പോൾ അവൻ്റെ പാടി എക്സ്പീരിയൻസ് അവന് ചെയ്തതിന് ശേഷം അവനക്ക് എന്ത് ഇതാണ് നമുക്ക് ഉണ്ടായതെന്നൊക്കെ ചോദിച്ചറിയണം. അപ്പോൾ അതിൽ അത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. എന്തായാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നീ അങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടെസ്റ്റും കാര്യങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം സംഭവങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഓണാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്വിച്ച് ഓണാക്കുമ്പോൾ ചിലപ്പോൾ മോട്ടർ കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മളോട് നിർത്തി പോകാനൊക്കെ പറയും, പക്ഷേ ആരും മൈൻഡ് ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മൾ ഓണാക്കാൻ പോവാണ്. അപ്പോൾ ഓണായിട്ടില്ല, എന്തൊരു ഭാഗ്യമുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ടൈം തുടങ്ങാൻ പോട്ടോ. ഓണാവും ഫസ്റ്റ് ടൈം ആർക്കും പറ്റുന്ന കേട്ടോ. നമ്മുടെ കൈയും ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ മോട്ടർ ഇറങ്ങുന്നതോടൊപ്പം. എന്തായാലും കൊണ്ടുവരാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. അതില്ല കേട്ടോ, മോട്ടർ ഫസ്റ്റ് ടൈം ഓണാവും, അത് ആർക്കും പറ്റുന്ന പ്രശ്നമാണ്. നമ്മൾ ഓണാക്കാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, യാ. നമ്മൾ ഫസ്റ്റത്തെ ഇത് കടന്നിട്ടുണ്ട്, രണ്ടാമത്തെ ഇങ്ങനെ കടന്നുകൊണ്ട് പോരുകയാണ് ഗൈസ്. യെസ് ഗൈസ്, ഉണ്ടല്ലോടോ. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമ്മൾ പൊട്ടിയിട്ടുണ്ട്, ഇനി രണ്ടാമത്താണ്. അപ്പോൾ ഒരാൾക്ക് 3 ചാൻസ് ആട്ടോ. അപ്പോൾ 3 ചാൻസ് മതി. അപ്പോൾ ഫസ്റ്റ് ടൈമത്ത് പൊട്ടി, രണ്ടാമത്തെ കൊണ്ടുവരാൻ പോവാണ്. റെഡി 1 2 3. നമ്മുടെ കൈ അതിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ, പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് കൈ വൈബ്രേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ തരിക്കുണ്ട്. അപ്പോൾ ഗൈസ്, രണ്ടാമത്തെ ചാൻസ് ആണ്, നമ്മൾ കൊണ്ടുവരാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, യെസ് ഗൈസ്, നമ്മൾ കൊണ്ടുവരികയാണ്. യെസ്, നമ്മളിത് ഫുള്ളാക്കും ഗൈസ്. നിർത്തി പോലെ ഗൈസ്, മൂന്നാമത്തെ ചാൻസ്. അപ്പോൾ മൂന്നാമത്തെ ചാൻസിലോട്ട് നമ്മൾ കിടക്കുകയാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിങ്ങനെ കൊണ്ടുവന്നു, കുഴപ്പമില്ലാതെ കൊണ്ടുവരുന്നുണ്ട്.
അപ്പോൾ ഗൈസ് ഏകദേശം നമ്മൾ ജയിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്ത സമയത്ത് 3 പാളി പോയിട്ടുണ്ട്. നമ്മളോട് മെഷീൻ നിർത്തി പോകാൻ പറഞ്ഞു ഗൈസ്. പക്ഷേ നമ്മൾ നിർത്തി പോകില്ല, എന്തായാലും ഫുള്ളാക്കും ചെയ്യും കേട്ടോ. പക്ഷേ നമ്മൾ 3 ചാൻസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ളത് നമ്മുടെ ഫ്രണ്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനെ കൊണ്ട് ഫുള്ളായിട്ട് പറ്റുമോ 3 ചാൻസിനുള്ളിൽ അവിടുന്ന് സ്റ്റാർട്ട് എടുത്തതിന് ശേഷം ഫിനിഷ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മൾ മെഷീനും കാര്യങ്ങളും ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനും കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലാണ്. ഈ സ്റ്റാർട്ടിലോട് നേരെ ജസ്റ്റ് എങ്ങനെ വെച്ചാൽ സ്റ്റാർട്ടിലോടുന്ന് തുടങ്ങിയ ശേഷം ഫിനിഷിൻ്റെ അവിടെ അവസാനിപ്പിക്കണം. പിന്നെ സ്വിച്ച് കാര്യങ്ങൾ അവൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഗ്ലൗസ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കൈ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാം സെറ്റാണ്. പിന്നെ നമ്മൾ നിർത്തിപ്പോടാൻ മെഷീൻ ഇവിടെ ഉണ്ട്. തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തി പോകണ ജസ്റ്റ് മെഷീൻ ഓണായിക്കാണ്ട് അവിടെ നിർത്തി പോകാൻ പറയും. അപ്പോൾ എന്തായാലും 3 ചാൻസ് എനിക്കുണ്ട് കേട്ടോ. 3 ചാൻസിൻ്റെ ഉള്ളിൽ അവിടെ തട്ടിക്കാതെ എത്തണം. അതാണ് എൻ്റെ ടാസ്ക് പറഞ്ഞാൽ. എന്തായാലും സ്റ്റാർട്ട് ചെയ്തോ. സ്വിച്ച് ഓൺ ആയിക്കോ. സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അവൻ്റെ ഇതാക്കാം കേട്ടോ. ഫസ്റ്റ് ടൈം കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഗൈസ് അവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ടൈം കൊണ്ടിട്ട് നിർത്തി പോകാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. കണ്ടോ നിർത്തി പോകാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, അവർക്ക് രണ്ടാമത്തെ ചാൻസ് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ചാൻസ് സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഗൈസ് സംഭവം കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആള് ചില്ലറക്കാരനല്ല ഗൈസ്. ഗൈസ് സെൻട്രലിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ് മെഷീൻ. ഗൈസ് രണ്ടാമത്തെ മിനിറ്റ് നിർത്തി പോകാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടോ. നിർത്തി പോകാൻ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ചാൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചാൻസാണ്. സ്റ്റാർട്ട് ചെയ്തോ. പോട്ടെ. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ അവനോട് നിർത്തി പോകാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതും പാളി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവനെ കൊണ്ട് പകുതി വരെയൊക്കെ പറ്റിയിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് അതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ട് ചോദിച്ചോട്ടോ. അതിൻ്റെ അഭിപ്രായം എങ്ങനെ ഉണ്ട്, സംഭവം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചോ. അപ്പോൾ അങ്ങനെ സംഭവം എങ്ങനെ ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വർക്കുണ്ട് കൈ. പിന്നെ അതേപോലെ ഈ കജ്ജ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതുമ്പോൾ തട്ടുമ്പോൾ. അപ്പോൾ ഗൈസ് അവൻ പറഞ്ഞെന്താ വെച്ചാൽ ചെയ്യുന്ന സമയത്ത്, അതായത് കൊണ്ടുപോകുന്ന സമയത്ത് കൈയും കാര്യങ്ങളും വർക്കാണ്. അതായത് ഫുള്ളാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് കൈയും കാര്യങ്ങൾ വരച്ചതിന് ശേഷം അവിടെ തട്ടുക കേട്ടോ. അപ്പോൾ തട്ടുന്ന സമയത്ത് അവിടെ നിർത്തിപ്പോടാൻ മെഷീന് നിർത്താൻ പറയുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഈ മെഷീൻ തരുന്നത് കേട്ടോ. അപ്പോൾ കൈയും കാര്യങ്ങളും നല്ലൊരു വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വൈബ്രേറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ് തന്നെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതായത് വൈബ്രേറ്റ് ചെയ്യാം. കൈയും കാര്യങ്ങളും നല്ലൊരു വർക്കല്ല കരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെഷീൻ ഇത് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മെഷീൻ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനാകെ കുറഞ്ഞ ചിലവേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു ബാറ്ററിയും പിന്നെ സ്വിച്ചും ഒരു ഗിയർ മോട്ടറൊക്കെ സെറ്റ് ചെയ്താണ് ഈ മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്ര കൂടെ മെഷീനെ കുറിച്ച് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോയെ കുറിച്ച് അഭിപ്രായം നല്ലോണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിടാം. പിന്നെ നല്ല ഇതുപോലത്തെ നല്ല വെറൈറ്റി ഐഡിയാസ് ഉണ്ടെങ്കിൽ, അതായത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയ സാധനം വെച്ചുകൊണ്ട് വലിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്ന നല്ല വെറൈറ്റി ഐഡിയകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ കേട്ടോ. ഇത് കുറേ മുന്നേ ട്രെൻഡിങ് ആയ ഐഡിയ ആണ്. പക്ഷേ ഇങ്ങനെയല്ല ആ ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് പിന്നെ ഈ ബസറൊക്കെ ഓണായിക്കാണ്ട് ബസറും കാര്യങ്ങളൊക്കെ ഓണാകുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ മോട്ടറും കാര്യങ്ങളും സെറ്റ് ചെയ്ത ശേഷം നമ്മളോട് നിർത്തി പോകാൻ പറയുന്ന രീതിയിലൊക്കെ സെറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഐഡിയാസ് നമ്മൾ ഈ ചാനലിലൂടെ ഇനി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഐഡിയാസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വെറൈറ്റി ഐഡിയാസ് ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്ര നമ്മൾ വീഡിയോ പറഞ്ഞാൽ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ വീണ്ടും കാണാതിലേക്കും ഗുഡ് ബൈ.